പരിസ്ഥിതി സംരക്ഷണത്തിനും ജൈവവൈവിധ്യ പരിപാലനത്തിനും പ്രാധാന്യം നൽകി തണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ചിറ്റൂരിൽ വിവിധയിനം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. വാളറയിലെ തോട്ടത്തുകളത്ത് ഒരേക്കർ സ്ഥലത്താണ് വംശനാശ ഭീഷണി നേരിടുന്നതും പരിസ്ഥിതിക്കേറെ പ്രാധാന്യമുള്ളതുമായ നിരവധി സസ്യയിനങ്ങൾ നട്ടത്. നല്ലേപ്പള്ളി പഞ്ചായത്ത് 5-ാം വാർഡ് മെമ്പർ എ മോഹനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മൾ 2018 ഈ കരിമ്പന തൈ നടാൻ തുടങ്ങിയത്. പാലക്കാട് പറഞ്ഞ പാനയുടെ ബ്രാൻഡാണ്. കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്തൽ, പാലൈ ഇങ്ങനെയാണ് നിലത്തെ പിരിച്ചിരിക്കുന്നത്. അതിൽ പാലൈ പറഞ്ഞാൽ പാലൈക്കാടാണ് പാലക്കാടായത്. ഓരോ മണ്ണിനും ഒരു ദൈവമുണ്ട്. ഇങ്ങനെ ഹാഫ് ഡെസേർട്ട്, ഹാഫ് മരുഭൂമിയായിട്ടുള്ള പാലൈ നിലത്തിലുള്ള ദൈവമാണ് ഭഗവതി. അതാണ് പാലക്കാട് ഇത്ര ഭഗവതി ക്ഷേത്രങ്ങൾ. കുറിഞ്ചി എന്നുള്ള സ്ഥലത്തിലേക്ക് മുരുകനാണ്, മരുതം ശിവനാണ്. അങ്ങനെ പാലൈ നിലത്തിലായ ഇത്രയും ഭഗവതി അമ്മനുള്ള ഈ മണ്ണിൽ ഇതിൻ്റെ മഹത്വവും അറിയാതെ നമ്മൾ 25 രൂപയ്ക്കും വെറുതെയും വിറകിന് വേണ്ടി ഈ കരിമ്പനകൾ വിറ്റ് തിന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ, പരിഹാരം എന്താണ്? പരിഹാരമാണ് വേണ്ടത്. 2018 തൊട്ട് നമ്മൾ കരിമ്പന വിത്തുകൾ ഇട്ടു. 3 വർഷം കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് 100 വിത്തിട്ടാൽ 5 മുളയ്ക്കുള്ളൂ, 95 വേസ്റ്റാണ്. അപ്പോൾ അതിനുശേഷം കരിമ്പന തൈ ഉണ്ടാക്കി. ഒരു തൈ ഉണ്ടാക്കാൻ 8 മാസം സമയമെടുക്കും. കരിമ്പന വിത്ത് നഴ്സറി പോലെ 100 തൈ നട്ടാൽ 100 വരും. ഒരു കരിമ്പന 10,000 മുതൽ 20,000 ലിറ്റർ ഭൂഗർഭജലം കാത്തു സൂക്ഷിക്കും. കാലാവസ്ഥാ വ്യതിയാനവും വനനശീകരണവും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതും അവ സംരക്ഷിക്കുന്നതും ഓരോരുത്തരുടെയും സമൂഹ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തരത്തിലുള്ള കൂട്ടായ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ഭാവി തലമുറയ്ക്ക് മികച്ച പ്രകൃതി സമ്പത്ത് കൈമാറാൻ സഹായിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തണൽ ഫൗണ്ടേഷന്റെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഒരേക്കർ സ്ഥലത്ത് വൈവിധ്യമാർന്ന വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചത്. കരിമ്പന, ചന്ദനം, മഹാഗണി, നീർമരുത്, നാടൻ വേപ്പ്, മാവ്, ഞാവൽ, രുദ്രാക്ഷം എന്നിവയുൾപ്പെടെ വംശനാശ ഭീഷണി നേരിടുന്നതും പരിസ്ഥിതി സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നതുമായ നിരവധിയിനം തൈകളാണ് പദ്ധതിയുടെ ഭാഗമായി നട്ടുപിടിപ്പിച്ചത്. ഭാവിയിൽ ഇവ സംരക്ഷിച്ച് വളർത്തുന്നതിനുള്ള തുടർ പരിപാലനവും ഫൗണ്ടേഷൻ ഏറ്റെടുക്കുമെന്ന് പ്രവർത്തകർ അറിയിച്ചു. ഫൗണ്ടേഷൻ പ്രതിനിധി കെ ശരവണകുമാർ സ്വാഗതം ആശംസിച്ചു. ഫൗണ്ടേഷൻ അംഗങ്ങളായ ഗുരുഭായ്, ബാലു, ട്രഷറർ വൈഷ്ണവി എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.